പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവുകട്ടെ. ഈശോ, അങ്ങയുടെ മക്കൾ അവർക്ക് അങ്ങ് നൽകുന്ന ഓരോരോ ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങളെല്ലാം അങ്ങയുടെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അങ്ങയുടെ ദൈവവിളിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇന്ന് യാത്ര ചെയ്യുന്ന ഒരു രോഗികൾ
രോഗികളായിരിക്കുന്നവർ, ഇന്ന് പ്രസവിക്കുന്നതിന് വേണ്ടി ഡേറ്റ് എടുക്കുന്ന അമ്മമാർ, ഇന്ന് പ്രഗ്നൻ്റ് ആയിട്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കർത്താവേ ഈ ടെസ്റ്റ് എങ്ങനെ വെക്കണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കണ്ണീരോടെ ഇട്ടിട്ട് പല പ്രാവശ്യം ഈശോൻ്റെ അമ്മയും മുത്തിക്കൊണ്ട് ആ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവർക്കെല്ലാം നല്ല ഫലം കൊടുക്കണേ കർത്താവേ. പരീക്ഷയ്ക്ക് പോകുന്നവർ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ജപ്തി നടപടിയിലേക്ക് പരിഹാരം കാണാൻ പോകുന്നവർ, ആരെല്ലാം കർത്താവെ കണ്ണീരോടെ പോകുന്നു അവരെല്ലാം ജയഘോഷത്തോടെ നിൻ്റെ നാമത്തിൽ അർപ്പോ വിളിച്ചുകൊണ്ട് കർത്താവെ തിരികെ വരാൻ ദൈവത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവ് യേശു ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും വളർത്തുകയും കുരിശിൻ്റെ ചുവട് നിൽക്കുകയും ദൈവത്തിന് നീതി നിറവേറ്റുകയും ചെയ്ത അമ്മ കന്യാസി മറിയം നിങ്ങളെ മാധ്യസ്ഥം വഹിക്കുകയും നിങ്ങളെ ആശീർവദിക്കുകയും ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം നിങ്ങളെ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു എന്നുള്ള ബോധത്താൽ ദൈവത്തിലെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മോടുകൂടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീവ്രത അതിന് കുറഞ്ഞ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. 1 Thessalonians 5:19. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അതാ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഇപ്പം ആത്മാവിന് ഒരു ടെൻഡൻസി ഉള്ളത് പെട്രോൾ വെയിലത്ത് വെച്ചിരുന്ന് ആവിയായി പോകത്തില്ലേ, അളവിലും കുറവുണ്ടാവും. നമ്മൾ വലിച്ചു കെട്ടിയ ലൈൻ കമ്പിയിൽ വല്ല ഓലമടല, വല്ല തെങ്ങ്, വല്ല ഈ വൃക്ഷത്തിൻ്റെ കമ്പ വീണ് കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകത്തില്ലേ. അതുപോലെ തന്നെ ദൈവാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് ലോകാരൂപി മുട്ടിയാലും ചോർച്ച ഉണ്ടാകും. ലോകാരൂപി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 5:19 എടുത്ത് ഗലാത്യർ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ നിങ്ങളൊന്ന് ചിന്തിക്കണേ. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ ഇവർക്ക് തുല്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇതാണ് ഈ പ്രസരണ നഷ്ടം ഉണ്ടാക്കുന്നത്. ദൈവാരൂപി നമ്മുടെ ഉണ്ടെങ്കിലും ഈ ലോകാരൂപി വന്ന് മുട്ടിക്കഴിഞ്ഞാൽ പ്രസരണ നഷ്ടം ഉണ്ടാകും. എന്താണ് അത്? 1 Thessalonians 5:19 അനുസരിച്ച് നിർവീര്യമാവും, വീര്യശക്തി പോവും പരിശുദ്ധാത്മാവിൻ്റെ. പരിശുദ്ധാത്മാവ് ലോകാരൂപിയെ കൊണ്ട് പ്രസരണ നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് ബാക്കി ഉണ്ടാകത്തില്ല. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ക്രിസ്ത്യ ജീവിതം നയിക്കും എന്ന് ചോദിച്ചാൽ കർത്താവ് അതിന് ഉത്തരം പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കത്തില്ലേ? മത്തായി 19:10-11. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യാഭർത്തൃ ബന്ധം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിതം അത് തന്നെ. ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ വിവാഹം ചെയ്തിരിക്കുന്നതല്ലേ ഭേദം. ക്രിസ്തീയ ജീവിതം അസാധ്യമാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാതിരിക്കുന്നതല്ലേ ഭേദം എന്ന് ചോദിക്കുന്നത് തുല്യമാണിത്. അപ്പം അതിന് ഈശോ പറഞ്ഞ മറുപടി നോക്കിയേ. അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഇപ്പം കൃപ ലഭിക്കണമെന്നാണ് പറയുന്നത്. ഇതിന് തനത് കൃപയെന്ന് പറയും. ഓരോ സബ്ജക്റ്റ് വൈസ് കൃപയുണ്ട്. ഇതിന് നമ്മൾ യുണീക്ക് ഗ്രേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തനത് കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഭക്തി കുറഞ്ഞു പോയി, അതെന്താ? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഭക്തി. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? 1 Thessalonians 5:10 വർക്കൗട്ട് ചെയ്തിട്ട് ആത്മാവ് നിർവീര്യമായതാണ്. ഏഷണിയും പരദൂഷവും നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ചെന്ന് ചാടി അത് ലോകാരൂപിയായത് കാരണം വീണ്ടും പ്രസരണം നഷ്ടമുണ്ടാകും, ആത്മാവ് നിർവീര്യമാകും. ആത്മാവ് നിർവീര്യമാക്കരുത് എന്നാണ് പറയണത്. അപ്പോൾ ആരാണ് ആക്കണത്? അതാരാണ്? നമ്മൾ. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രിക്കോഷ്യസ് റെമഡി എടുക്കാം, അല്ലേ, ഒരു മുൻകരുതലെടുക്കാം. പക്ഷേ അങ്ങനെയല്ല സംഭവം. രോഗം വരുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് എന്താണ്? ആരോഗ്യമായിട്ടിരിക്കണമെന്നല്ലേ. നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർവീര്യമാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നിർവീര്യമാക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയല്ല ചെയ്യണത്.
വീര്യപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പറയുമ്പോൾ തന്നെ 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പറയുമ്പോൾ ആ കർമ്മം ചെയ്യണത് ആരാണ്? അത് നമ്മളല്ലേ. അപ്പോൾ അതിന് ചെയ്യേണ്ട മാർഗം, നമ്മളാണ് നിർവീര്യമാക്കണമെങ്കിൽ നമ്മൾക്ക് അതുപോലെ തന്നെ വീര്യപ്പെടുത്താനും പറ്റും. നമ്മൾ ആത്മാവിനെ വീര്യപ്പെടുത്താൻ വേണ്ടി നിലപാടെടുത്തിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ നിർവീര്യമാക്കരുതെന്നുള്ളത് അപ്രസക്തമായി പോകും. ആധ്യാത്മിക വിഷയം അങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്. അപ്പോൾ നിങ്ങളിതൊക്കെ ചോദിക്കും, ഇതൊക്കെ വല്ലതും നടക്കുമോ അച്ഛാന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്നവരൊക്കെ ഈ 0 വോൾട്ടേജുള്ള ആൾക്കാരുണ്ടാവുമല്ലേ, ഇതൊക്കെ വല്ലതും നടക്കണ കാര്യമാണോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവിനോട് ചോദിച്ചില്ല ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ മനുഷ്യർക്കിത് അസാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ആ വചനം എടുത്തേ, മത്തായി 19:26. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. മനുഷ്യർക്ക് ചെറുക്ക് അസാധ്യമായിരിക്കും, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പം നിന്നെ വിശുദ്ധി നിലനിർത്താൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി, സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഞാൻ 5-ാമത്തെ പ്രാവശ്യമാണ് ഈ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും എനിക്ക് അമ്മ മാതാവിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി, സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കാനാണ് ഞാനും എൻ്റെ കുടുംബം ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും നിത്യത വരെയും അമ്മയോടും തിരുക്കുമാരനോടും കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ പേര് സുജാ ഷാജി. ഞാൻ 2019 ഓഗസ്റ്റ് 23 ആദ്യമായി ഈ കൃപാസനത്തിൽ വന്നു ചേരുന്നത്. അന്ന് ഞാൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവിടെ വന്നത്. എനിക്ക് ബ്ലീഡിങ് എന്ന് പറഞ്ഞ അസുഖത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നത്. സഹനത്തിൻ്റെ തീച്ചൂളയിൽ വെന്തു നീറുന്ന മനസ്സുമായാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. അവിടെ നിന്നാണ് പരിശുദ്ധ അമ്മ ഇന്നും ഉടമ്പടിയിൽ തന്നെ ഒരു പ്രാവശ്യം പോലും ഉടമ്പടി പുതുക്കാതെ 15 പ്രാവശ്യം ഉടമ്പടി പുതുക്കി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ഈ അൾത്താരിയിൽ വീണ്ടും എന്നെയും എൻ്റെ കുടുംബത്തെയും യേശുനാഥൻ ഉയർത്തിയത്. അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും സംഭവിക്കുന്നതിനായി അവിടുത്തെ തൃക്കരങ്ങളുടെ കരബലം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും എൻ്റെ ചാർച്ചക്കാരിലും എല്ലാവരിലും അനുഭവവേദ്യമാകണമെന്ന് ഞാൻ ആദ്യമായി പരിശുദ്ധ അമ്മയോട് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത സമയം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോഴെല്ലാം ഇത് ഞങ്ങൾക്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് എന്ന് ഞങ്ങൾ 4 പേരും വിചാരിച്ചു. ഈ സ്ഥലത്തിനൊക്കെ ഇത്രയും വില കൂടിയ സമയത്ത് ഞങ്ങൾക്കൊരു പ്രൈവറ്റ് സ്ട്രക്ചറിലാണ് ജോലി. ഈ 1 ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുവാനുള്ള ഒരു ഭവനം വാങ്ങുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ പട്ടയമില്ലാത്ത ഒരു ഭൂമിയിലാണ് തൃശ്ശൂർ താമസിക്കുന്നത്. ഞങ്ങൾ എറണാകുളത്ത് ജോലി സംബന്ധമായിട്ടാണ് വന്ന് ഇവിടെ 17 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾ 6 വാടക വീടുകൾ മാറുകയും ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 7ാമത്തെ വീട്, അതായത് അമ്മയുടെ പ്രത്യക്ഷയുടെ സ്ഥിരീകരണം എൻ്റെ മേൽ നടക്കുവാനും എൻ്റെ കുടുംബത്തിൻ്റെ മേൽ നടക്കുവാനും 2004 ഡിസംബർ 7 അമ്മ ഈ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിന് മികച്ച സാക്ഷിയാണ് ഞാൻ. എല്ലാം എനിക്ക് 7 എന്ന ഒരു സംഖ്യാബലത്തിലാണ് പരിശുദ്ധ അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി മാറ്റിയത്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഇവിടെ നിന്ന് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ട ആ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരീകരണം പരിശുദ്ധ അമ്മയെ എൻ്റെ മേൽ നടത്തണമേ എന്ന്, എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ഉയർത്തണമേ എന്ന് ഞാൻ രാവും പകലും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മകളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ ഉപവാസം മാത്രമായിരുന്നു. ജീവിതത്തിൽ എൻ്റെ വ്യാഴാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം മാത്രമേ ഞാൻ ഒരു നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഉപവാസവും പ്രാർത്ഥനയും ജപമാലയിലൂടെയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ ഇത്രമാത്രം ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തിയത്. പലപ്പോഴും എന്നെ ഉപവസിക്കുമ്പോൾ ഇവർ കളിയാക്കും, മമ്മി ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്, ബ്ലഡ് കയറ്റിയ ആളാണ്, മമ്മി വീണ്ടും വീണു പോകും, ഇനി ഒരു ആശുപത്രി കേസ് വരാൻ അമ്മ ഇടയാക്കരുതെന്ന് എപ്പോഴും പറയും. ഞാനിപ്പോൾ 6ാമത്തെ വർഷമാണ് ഈ ഉടമ്പടിയിൽ സ്ഥിരമായി നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ എന്നെ ഓരോ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനിലുമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്. ഏത് സമയവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണവും പ്രത്യക്ഷ പ്രാർത്ഥനയും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണവും ചൊല്ലിയും എനിക്ക് കൗൺസിലിംഗ് നടത്തിയിരുന്ന ഇവിടുത്തെ ബഹുമാനപ്പെട്ട സാറുമാർ, സിസ്റ്റേഴ്സ് എനിക്ക് ദൈവവചനങ്ങൾ എഴുതി തന്നിരുന്നു. അതെല്ലാം എനിക്ക് കാണാപ്പാടമാണ്. എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ വചനങ്ങൾ മാത്രമേ എന്നെ മുട്ടുന്നവരിലും. ഞാനൊരു നേഴ്സാണ്. നേഴ്സായി ജോലി ചെയ്യുന്ന പല രോഗികളിലും അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒടിഞ്ഞുപോയ കാലുകൾ പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവും തേച്ച് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ തന്നെ എൻ്റെ ഉള്ളം കൈയിലും നെറ്റിയിലും ഞാൻ ഉപ്പും തൈലവും തേച്ചിട്ടാണ് എൻ്റെ പേഷ്യൻസിനെ ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നത്. ആ പേഷ്യൻസിനെല്ലാം പഴുത്ത് ഇൻഫെക്ഷനോടുകൂടി വന്ന പേഷ്യൻസ് എല്ലാം പിറ്റത്തെ പ്രാവശ്യം എന്നെ കാണുമ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. സിസ്റ്റർ ചെയ്താൽ മതി, എൻ്റെ കാലിന് ഭയങ്കര വേദന കുറവുണ്ട്, എൻ്റെ ഒടിഞ്ഞ അസ്ഥിക്ക് വേദന കുറവുണ്ട്, ഞങ്ങൾ സർജറിക്ക് പോകേണ്ടി നിയമിച്ചതാണ്, ഞങ്ങൾ പോകുന്നില്ല. ആദ്യം ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ആരും വാങ്ങാൻ വില്ലിങ്ങിച്ചില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് സിസ്റ്റർ കൃപാസനം പത്രം ഉണ്ടോ എന്ന് ചോദിച്ചാണ് വരുന്നത്. പക്ഷേ ഞാൻ എല്ലാവർക്കും ഇവിടുത്തെ ദൈവവചനവും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായി എന്നെ യേശുനാമത്തിൽ ഉയർത്തുന്നത് പോലെ ഞാൻ കൊടുക്കുന്ന പത്രങ്ങളിൽ ദൈവവചനം എഴുതിയും അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായി നിങ്ങളെ ഏവരെയും ഉയർത്തുവാനുമായിട്ടാണ് എല്ലാ 3 കെട്ട് പത്രവും ഞാൻ വാങ്ങി രാത്രി 12:30 വരെ ഇരുന്ന് എഴുതി പ്രാർത്ഥിക്കും. ഞാൻ കാരണം എൻ്റെ മക്കൾക്കോ ഹസ്ബൻഡിനോ നേരായ രീതിയിൽ ഉറങ്ങാൻ പോലും അവരും പണി കഴിഞ്ഞ് വന്ന് കിടക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിച്ച് കിടന്ന് എനിക്ക് എന്നാലേ സമാധാനമുള്ളൂ. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി പത്രം, നമ്മുടെ കൃപാസനം പത്രം മൊത്തം ദൈവവചനം എഴുതി എല്ലാവരുടെ കൈകളിലും ഞാൻ അനാവശ്യമായി ആർക്കും കൊടുക്കാറില്ല. നിന്ദിക്കുന്നവർക്കും പരിഹസിക്കുന്നതും കൊടുക്കില്ല. ഏറ്റവും അത്യാവശ്യപ്പെട്ടവരായ എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന അവർക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. ആരെയും ഞാൻ തേടി പോകേണ്ട ആവശ്യമില്ല. ആദ്യം ഞാൻ നാണക്കേട് കൊണ്ട് കൊടുക്കാൻ മടിച്ചിരുന്നു. ഇപ്പോൾ എന്നെ തേടി ഈ പത്രം തേടി എന്നെ കാണാൻ വേണ്ടി ആൾക്കാർ വരും. എല്ലാം എൻ്റെയും എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാം ഈ പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒറ്റ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. 17 വർഷം വാടകയ്ക്കിടുന്ന ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൻ്റെ ഈ 18-ാം തീയതി എൻ്റെ നിയോഗം ഇട്ട് ഞങ്ങളുടെ ഒരു സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം എഴുതി വണക്കമാസത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇവിടെ എഴുതിക്കൊണ്ടിരുന്ന ഇവിടെ പ്രാർത്ഥിക്കാൻ കൊടുത്ത സമയത്ത് ഞാൻ അന്ന് ഞായറാഴ്ച 2 മണിയായപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീടിൻ്റെ പരസ്യം കാണുന്നു. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തു. അന്നേരം തന്നെ ഹസ്ബൻഡ് അതുകൊണ്ട് ആ ബ്രോക്കറെ വിളിച്ചു. ഇപ്പം തന്നെ വീട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. 4 മണിക്ക് ആ വീടിൻ്റെ അടുത്തെത്തി. ഇവിടെ എൻ്റെ പ്രാർത്ഥന 5:30 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഞങ്ങൾ 5000 രൂപ ആ വീടിന് അഡ്വാൻസ് കൊടുത്തു. ഞങ്ങളാരും കാണുകയോ, ഹസ്ബൻഡും ഇളയ മോനുമാണ് പോയത്. അവരത് ഇഷ്ടപ്പെടുകയും അവർക്ക് അപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കുകയും 3-ാം ദിവസം അളക്കുകയും 5 സെൻറ്റ് സ്ഥലവും താമസയോഗ്യമായൊരു ഭവനവും അപ്പോളോ അഡ്ലക്സ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് ബെത്ലഹേം പള്ളിക്ക് അടുത്ത് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നു, എനിക്ക് നല്ല വെള്ളമുള്ളൊരു കിണറും ഒരു താമസയോഗ്യമായൊരു ചെറിയ വീടും എന്നും നിൻ്റെ ദൈവത്തിരുസന്നിധിയിൽ വന്ന് കുർബാന കാണുവാനുമുള്ളൊരു ഭവനം തന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഏഴയും കൃമിയാണ്. അതിന് പരിശുദ്ധ അമ്മ ആ പള്ളിയുടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ദേവാലയത്തിൻ്റെ അടുത്ത് ഈ ഏഴയായ കുടുംബത്തെ അവിടെ ഉയർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നല്ല ഒരിക്കലും വറ്റാത്ത വെള്ളമുള്ള കിണർ, പിന്നെ താമസവുമായി നല്ലൊരു വാർക്ക വീട്, 5 സെൻറ്റ് സ്ഥലം, ചുറ്റും മതിൽ, റോഡ് സൈഡിൽ വഴി, വീട്ടിലകത്ത് വരെയും വണ്ടി കയറുന്ന വഴി, എല്ലാ സൗകര്യങ്ങളോടും കൂടി പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് മുമ്പേ ദൂതനെ അയച്ച് ആ സ്ഥലം വാങ്ങുവാനും അതിൻ്റെ ആധാരവുമായിട്ടാണ് ഞാൻ ഈ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോയതാണ്. എൻ്റെ അടുത്ത്
2020 ഞാൻ അമൃതയിലെ ജോലി സ്റ്റാഫിനായിരുന്നു. ആ സമയത്തായിരുന്നു എനിക്ക് ഒരു സർജറി ഉണ്ടായി. അവിടെ നിന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. 2 വർഷം പ്രാർത്ഥനയിലും യാചനയിലും സഹനത്തിൻ്റെ തീച്ചൂളിലും ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ നിവൃത്തിയില്ലാതെ സങ്കടത്തോട് ഞാൻ അവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട കൃപാസനും ജോസഫ് അച്ഛനെ ഞാൻ കാണുകയും അച്ഛൻ എൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ പ്രശ്നം എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എന്താ ജോലി? ഞാൻ പറഞ്ഞു, ഞാൻ നേഴ്സാണ്. പക്ഷേങ്കിൽ നിനക്ക് ജോലിയും കിട്ടും, നിനക്ക് മാതാവ് നല്ലൊരു വീടും തരും, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് വിശുദ്ധ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു. 2020 ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ആ അനുഗ്രഹം ഞാൻ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും 7 എണ്ണ ദിവസങ്ങളിൽ നടത്തി തരികയും 21 എന്ന് പറഞ്ഞൊരു ദിവസത്തിൽ ഞാൻ സ്വപ്നം കാണുകയും നമ്മുടെ മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് ഈ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ കത്തിക്കിടക്കുന്ന ലൈറ്റിൻ്റെ പ്രകാശമുള്ള ഒരു മലമുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും ജോസഫ് അച്ഛനും കുറേ ആളുകളും ഇരുന്ന് ഫയലുകൾ കൊടുത്ത് എല്ലാം കഴിഞ്ഞു. ഞാനും എൻ്റെ ഹസ്ബൻഡും ലാസ്റ്റ് സന്ദർഭത്തിലാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അച്ഛൻ ഈ ഒരു ക്രീം കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് മാർപ്പാപ്പയും അച്ഛനും നിൽക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, സുജി നമുക്ക് ആ ഫയലൊന്ന് അച്ഛനെ ഒന്ന് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറയുക, നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങളുടെ ഫയലൊക്കെ എപ്പോഴേ മാതാവ് ഒപ്പിട്ട് തന്നു എന്ന്. ആ സമയത്താണ് മാതാവ് ഒപ്പിട്ട അമ്മയുടെ കയ്യൊപ്പുള്ള ആ ഫയൽ എനിക്ക് കൈമാറി തന്ന ഈ അൾത്താരയിൽ ഞാൻ കാണിച്ചു തരുന്ന ഈ ഞങ്ങൾക്ക് വീട് തന്ന ഈ ആധാരത്തിൻ്റെ ഒറിജിനൽ കോപ്പിയുമായിട്ടാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്നത്. എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയം ഞാൻ കഴിഞ്ഞു. ഈ പത്രം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ ഉടമ്പടി ലംഘിച്ചു പോകുമെന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ മാസം 7-ാം തീയതി വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. ഈ ഉടമ്പടി ഇന്ന് ഞാൻ ലീവ് എടുത്ത് എൻ്റെ ഹസ്ബൻഡും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. ഈ ആധാരം, ഒറിജിനൽ ആധാരം എൻ്റെ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഈ ദൈവജനത്തിന് മുമ്പിൽ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ ത്യാഗം സഹിച്ച് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾക്കൊരു ത്യാഗമല്ല, പരിശുദ്ധ അമ്മയുടെ ഭൂമിയിൽ വരുന്നത് ഞങ്ങൾക്കൊരു നേട്ടമാണ്. ഞങ്ങൾ എന്നും അമ്മയോടും തിരുക്കുമാരനോടും ഞങ്ങൾ കടപ്പെട്ടവരാണ്. രണ്ടാമതായി എൻ്റെ ജോലി സംബന്ധമായൊരു സംബന്ധം എന്ന് പറഞ്ഞാൽ, എനിക്ക് ജോലിയില്ലാതെ ഞാൻ വളരെ നിരാശിതരായിരുന്നു. ഞങ്ങൾ 17 വർഷം വാടകയ്ക്കാണ്. രണ്ടാളും കൂട്ടിമുട്ടിച്ചാൽ പോലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ മക്കളെ പഠിപ്പിക്കണം, ഒന്നും നടക്കുന്നില്ല. അവിടെ പരിശുദ്ധ അമ്മ ഞങ്ങൾ 2019 വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു സ്ഥിരമായി ജോലി ചോദിച്ചു. പരിശുദ്ധ അമ്മ എൻ്റെ ഹസ്ബൻഡിന് ഇവിടുന്ന് പോയി 3-ാം ദിവസം ഇന്ന് വരെയും സ്ഥിരമായി ജോലി, ഒരു ദിവസം പോലും ലീവില്ലാതെ ജോലി തന്ന് അനുഗ്രഹിച്ചു. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി സ്തുതിയും കൃതജ്ഞതർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ മക്കളുടെ പഠനം എല്ലാവരും പറയുന്നത് പോലെ എനിക്കും എൻ്റെ മക്കളെക്കുറിച്ച് ഭയങ്കര വേവലാതിയായിരുന്നു. നല്ലപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, മാർക്ക് വാങ്ങിയാലേ ജീവിക്കാൻ നമുക്കൊരു വഴി ദൈവം തുറന്നു തരുള്ളൂ എന്ന്. അതുപോലെ എൻ്റെ മൂത്ത മോന് ഫസ്റ്റ് റാങ്കോടുകൂടി ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പാസ്സാകുവാൻ ആ കോളേജിൽ സാധിച്ചു. അതുപോലെ ഇതുവരെ ഇല്ലാത്തൊരു അത്ഭുതമാണ് എൻ്റെ മോന് ഈ പ്രാവശ്യം എംപ്ലോയിയായി. അവന് ഒരു നിരാശയുടെ വക്കിലാണ് ജോലി നഷ്ടപ്പെട്ട് വന്നത്. ആ ജോലിയുടെ സമയത്ത് ഇവിടുന്ന് പോയി 3-ാം ദിവസം അവന് ജോലി കിട്ടുകയും ജോലിയോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും വൈകുന്നേരം 5 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് സെക്കൻഡ് റാങ്കോടുകൂടി അവിടെ പാസ്സാകാനും പറ്റി. 3-ാമത് പറഞ്ഞാൽ എൻ്റെ കാലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഞാൻ ആകേണ്ട ജപമാല സമയത്ത് മാധവനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു, ഈ കാല് വെച്ച് ഒരു ആശുപത്രിയിലും പോകാതെ എൻ്റെ കാലിൽ ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് കുരിശ് വഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ എനിക്കത് സാധിച്ചു തന്നു, എൻ്റെ സുഖം പ്രാപിച്ചു. അതുപോലെ തന്നെ എൻ്റെ എല്ലാവിധ അസുഖങ്ങൾക്കും, എൻ്റെ വീട്ടിലെ എല്ലാ അസുഖങ്ങൾക്കും, ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിന് തലകറക്കവും ചെവിവേദനയും വന്നു. എൻ്റെ ഒന്നും കേൾക്കില്ലാത്തൊരവസ്ഥ. ഉടമ്പടി തൈലവും തേനും നാവിൽ കൊടുക്കുകയും ഉപ്പും തൈലവും ചെവിയിലും നെറ്റിയിലും തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇന്ന് വരെ ആ തലകറക്കവും ചെവിവേദനയും ചെവി കേൾവിക്കുറവും ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മ ഇതല്ല എൻ്റെ ചാർച്ചക്കാർക്കും എല്ലാവർക്കും, ഞാൻ അറിയുന്ന എല്ലാവരിലും കോടാനുകോടി നന്ദികൾ സമർപ്പിച്ചു. അവരുടെ എല്ലാം സാക്ഷികളായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിനും എനിക്ക്
പറഞ്ഞു തീരാത്ത നന്ദികൾ പരിശുദ്ധ അമ്മ ഈ വർഷത്തിനുള്ളിൽ തന്നിട്ടുണ്ട്. എല്ലാ നന്മകൾക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും ഈ ദൈവജനത്തിന് മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും നിത്യത വരെയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി ജീവിക്കാമെന്നും ഇവിടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ എനിക്കൊരു വാക്കും കൂടി പറയാനുണ്ട്. ഞാൻ ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും നിരാശയിലും സങ്കടത്തിലും വിഷമത്തിലും വന്നിരുന്ന ആളാണ്. പരിശുദ്ധ അമ്മ എന്നെ ഇത്രത്തോളം ഉയർത്തിയെങ്കിൽ നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട. നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷവതികളായിട്ടായിരിക്കും പോകുന്നത്. ഇതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് 21 എന്നുള്ളൊരു നമ്പർ മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്നു. അന്ന് ഞങ്ങൾക്ക് വീടിൻ്റെ റേഷായിരുന്നു. പിറ്റത്തെ ജൂൺ മാസം 21-ാം തീയതി ആയിരുന്നു റേഷ്. പിറ്റത്തെ ജൂലൈ 21-ാം തീയതി വൈകുന്നേരം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എൻ്റെ പച്ച മെഴുകുതിരിയിൽ കർത്താവിൻ്റെ തിരുഹൃദയം പല രൂപങ്ങളിലായി പ്രത്യക്ഷപ്പെട്ട് തിരിനാളത്തിന് മുകളിലായി രക്തകളർ രീതിയിൽ പരിശുദ്ധ തിരുഹൃദയം ഞങ്ങളുടെ കണ്ണുകളിൽ കാണുകയും എൻ്റെ ഫോണിൽ അത് ഉണ്ടാകിയിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നീലത്തിരിയിൽ പരിശുദ്ധ അമ്മ കൈകൂപ്പി നിൽക്കുന്ന ഫോട്ടോയും എൻ്റെ നീലത്തിരിയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 3 മണിക്ക് ചൊല്ലുന്ന സമയത്ത് എനിക്ക് കാണിച്ചതുണ്ട്. ഇത്ര വലിയ അനുഗ്രഹം ചെയ്ത അമ്മ എനിക്ക് സ്ഥലം വാങ്ങുവാൻ ഞങ്ങൾക്കൊരു സഹോദരങ്ങളെ ദൂതനായി ആ ഭവനത്തിന് ഒരു കാര്യമില്ലാതെ ഞങ്ങൾക്ക് സഹായം തന്ന ആ പരിശുദ്ധ കുടുംബത്തിനെ ഞാൻ ദൈവത്തിരുന്ന് സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അവരെ മേൽക്കുമേൽ അനുഗ്രഹം കൊണ്ട് വർഷിക്കുകയും ചെയ്യണമേ. എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ തിരുസന്നിധിയിൽ സാക്ഷ്യം വഹിക്കുവാൻ ഇടയാക്കിയ പരിശുദ്ധ നന്മയെ ഓർത്ത് ഞാൻ 1000 നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നും നമ്മൾക്ക് വചനം നേടിത്തരുന്ന നമ്മുടെ ജീവിതത്തിന് ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന ചൊല്ലിത്തരുന്ന ജോസഫ് അച്ഛനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. ഞാൻ പുറത്തു പോകുമ്പോഴും വരുമ്പോഴും പരിശുദ്ധ അമ്മയുടെ നീല മേലങ്ങിക്കുള്ളിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും നടക്കുന്നത്. ഇന്ന് ഈ വാടക വീടുകളിൽ ഞങ്ങൾ 4 ആളും ഇന്നിവിടെ സാക്ഷ്യം പറയാനുണ്ടാകില്ലായിരുന്നു. ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ വെളുപ്പിനെ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കിടക്കുമ്പോൾ പെരുമഴയത്ത് ആ വീട് ഇടിഞ്ഞു വീഴുകയും 4 ഉത്തരത്തിൻ്റെ മേൽ ഭിത്തിയിൽ വന്ന് ചുമരിൻ്റെ മുകളിൽ ആ വീട് മൊത്തം ഇരുന്നപ്പോൾ എല്ലാവരും കിരികിരാന്നൊരു ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ആ വീട്ടിൽ നിന്നുമാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വലിയ കോട്ടങ്ങളും നേട്ടങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധ അമ്മ സന്തോഷപൂർവ്വം ഒരു കുടുംബം തന്ന അനുഗ്രഹിച്ചത്. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവർക്കും കോടാനുകോടി നന്ദി ഞാൻ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നന്ദി. സങ്കീർത്തനം 127:1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥമാണ്. സുജയുടെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞത് 17 വർഷം വാടക വീട്ടിൽ താമസിച്ചിരുന്നു. പല വീടുകളിൽ കയറി ഇറങ്ങി. നിങ്ങൾക്കും അറിയാം, ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ പോകുമ്പോൾ എന്തെല്ലാം ത്യാഗങ്ങളും വേദനകളുമുണ്ടെന്ന്. അവരിത് സഹിച്ചാണ് 17 വർഷവും അവർ വാടക വീട്ടിൽ താമസിച്ചതെന്ന്. പരിശുദ്ധ അമ്മയുടെ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. അമ്മ പ്രത്യക്ഷപ്പെട്ട 7 എന്നുള്ളൊരു തീയതി. ആ തീയതിയിലാണ് ഈ സുജയ്ക്കും കുടുംബത്തിനും കൊടുക്കുന്ന അനുഗ്രഹം. കൃപാസനം പത്രം ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ രാത്രി 12 മണി വരെ ഉറക്കം നിന്ന് ഉറങ്ങാതിരുന്നു കൊണ്ട് അതിനകത്ത് വചനം എഴുതി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക. പത്രം മാത്രമല്ല, അതിൻ്റെ കൂടെ വചനവും കൊടുക്കുന്നുണ്ട്. അച്ഛൻ പുതുക്കുന്ന ക്ലാസ്സിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വചനം പ്രഘോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പത്രം കൊണ്ടേ കൊടുത്താൽ മതിയെന്ന്. അവർ വചനം കൂടി അയച്ചാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് സുജ നമ്മളോട് പറയുകയുണ്ടായി. കണ്ണുനീരിടുന്നവരുടെ കൂട്ടത്തിൽ കണ്ണുനീരൊപ്പിക്കൊടുക്കാൻ സമയത്തിൻ്റെ അമ്മ സഞ്ചാരിയമ്മയായിട്ട് കടന്നു വരുമെന്ന് സുജ നമ്മളോട് പറഞ്ഞു. ഇത്രയും വലിയ അനുഗ്രഹം കൊടുത്തത് വണക്കമാസ സമയത്ത്
വണക്കത്തിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, ഞാൻ ഇന്ന് എൻ്റെ വണക്കം വായിക്കുകയാണ്. ഒരു സഹോദരിയാണ് ഇവർക്ക് വേണ്ടി വണക്കത്തിന് പൈസ കൊടുത്തത്. അതിൽ പറഞ്ഞു, ആ സമയത്താണ് ഇവിടെ വണക്കം നടക്കുന്ന സമയത്താണ് അവരുടെ രജിസ്ട്രേഷന് അഡ്വാൻസ് കൊടുത്തത്. വീടിന് അഡ്വാൻസ് കൊടുക്കുന്ന ഡേറ്റാണ് ഇവിടെ മാതാവിൻ്റെ വണക്കമാസം നടത്തിയ സമയത്ത്. അത്രയും വരെ അമ്മ അടുപ്പിച്ച് എളുപ്പം സാധിച്ചു കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളല്ലേ? അമ്മ എന്തെല്ലാം ചെയ്തു തന്നാലും മതിയാവില്ലല്ലേ? ഉടമ്പടിയെടുത്തവരോട്, കണ്ണുനീരിടുന്നവരോട് കൂടെ നിൽക്കുന്ന അമ്മയാണ്. അമ്മയ്ക്കറിയാം ഓരോ ഭവനത്തിലുള്ള വേദനകൾ. അമ്മയും കുടുംബജീവിതം നയിച്ചതുകൊണ്ട് ഒരു കുടുംബത്തിലുണ്ടാകുന്ന വേദന, ഒരു ഭവനമില്ലാത്ത വേദന അമ്മയ്ക്കറിയാം. അമ്മ അത് സാധിച്ചു കൊടുത്തു. ആ വേദന അമ്മ മാറ്റിക്കൊടുത്തു. അതിനുശേഷം ജോലിയുടെ കാര്യത്തിൽ, ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു കുടുംബത്തിലുണ്ടാകുന്ന വേദനകളെല്ലാം. അതും പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുത്തു. കാലൊടിഞ്ഞിരുന്നിട്ടും ആ കാല് വെച്ചുകൊണ്ടാണ് ജപമാല റാലിയിൽ പങ്കെടുത്തത്. സുജ പറഞ്ഞത് നമ്മളോട് അങ്ങനെയാണ്. ആ കാല് വെച്ചുകൊണ്ട് ഇവിടെ നർത്തുങ്കൽ വരെ ജപമാല ചൊല്ലിപ്പോയി, പ്രാർത്ഥിച്ചു. എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന്. അത് പരിശുദ്ധാത്മാവിനാൽ തന്നെ നിറച്ചു കൊടുത്തു. ഈ അഭിഷേകത്താൽ അവരെ അഭിഷേകം ചെയ്തു കൊടുത്തു. ഇതാണ് പരിശുദ്ധ അമ്മ. ഇതാണ് കരയുന്നവരെ ആശ്വസിപ്പിക്കുന്ന അമ്മ. ഇതാണ് സഞ്ചാരി അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത അമ്മ. ഈ അമ്മയാണ് ഈ ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും കൂടെ നടന്നുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന് ഈ കുടുംബം നമ്മോട് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. മറ്റുള്ളവരിലൂടെ ഈ സുജയ്ക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തിന്, അതുപോലെ പലതവണ പച്ചത്തിരിയിൽ അമ്മയ്ക്കടുത്ത് ചോദിക്കും, എനിക്കൊരു അടയാളം തരണേ, അമ്മേൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു അടയാളം തരണമേ. ഉടനെ പച്ചത്തിരി കത്തിക്കുമ്പോൾ പൂക്കളായിട്ടും അമ്മയുടെ ഹൃദയമായിട്ടും, അമ്മ ഹൃദയം കാണിച്ചു തന്നത്, ഹൃദയവുമായിട്ടാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ ഹൃദയമായിട്ട് തിരിയിൽ കാണിച്ചു കൊടുത്തു, അതുപോലെ പൂക്കളായിട്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ അടയാളം കൊണ്ട് അവരുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുകയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഒന്നും വേണ്ട എന്നല്ല, വേണമെന്ന് തോന്നണതെല്ലാം പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുക്കും. അമ്മയോട് പറഞ്ഞാൽ മതി. അമ്മയോട് പറയുന്നതാണ് വ്യക്തിപരമായ പ്രാർത്ഥനയെന്ന് ഞാൻ പറയുകയുണ്ടായി. വ്യക്തിപരമായി അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് അടയാളം തരും. അമ്മ നിങ്ങളുടെ കൂടെ നിന്ന്, അമ്മ പ്രത്യക്ഷപ്പെട്ട 7-ാം തീയതി ഇവർക്ക് കിട്ടിയതുപോലെ നമ്മൾക്കും കിട്ടും. അതിന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട്, ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്താൽ തീർച്ചയായും പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് പറയും, മോനെ അവരുടെ കാര്യത്തിൽ ഇടപെടണമെന്ന്. അങ്ങനെ സാധിച്ചു കിട്ടിയ ആ വലിയ കൃപയ്ക്ക് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ഫയലുകൾ നേരത്തെ മാതാവ് എടുത്തല്ലോ എന്ന്. അപ്പോൾ അമ്മ മാതാവിലൂടെ, അച്ഛനിലൂടെയൊക്കെ എല്ലാം അവരോട് സംസാരിച്ചെന്നാണ് അവർ നമ്മുടെ ഈ ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അങ്ങനെ കിട്ടിയ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധമ്മയ്ക്ക് കോടാനകോടി നന്ദി പറഞ്ഞാലും പോരാതെ ഇരിക്കുന്ന ഈ സമയത്ത് നമ്മൾക്ക് കൈകൾ അടിച്ച്, കരങ്ങൾ അടിച്ച് പരിശുദ്ധമ്മയ്ക്ക്, ഈശോയ്ക്ക് നന്ദി പറയാം.